ഹോസ്റ്റലിലെ പിള്ളേരല്ലേടാ ഇങ്ങോട്ട് വരുന്നത്? കൂടെ വരുന്നതാരാ? അച്ഛനാണോ? അവളുമാരെ വായി നോക്കണ ഞാൻ കുറെ നാളൊരു വിചാരിക്കുക. എന്തായാലും അവർ ഇങ്ങോട്ട് തന്നെ വരുന്നത്. എന്തായാലും നമുക്ക് എളുപ്പമായി. എന്തായാലും ആ വരവ് കണ്ടിട്ട് അത്ര പന്തിയൊന്നും അല്ല കേട്ടോ. നീ കേതടാ വെള്ളം അടിക്കാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലടാ എനക്ക്. ഓഹോ, ചേട്ടാ കാര്യം അന്വേഷിക്കാൻ വന്നതാണോ? ഇവരൊക്കെ പെങ്ങന്മാരാ? ഡാടാ കൂടുതൽ സംസാരിക്കല്ലേ. നിനക്ക് കുറെ നാളായാലും ഇവിടെ ചുറ്റിപ്പറ്റി നടക്കാൻ തുടങ്ങിയിട്ട്. എന്താ നിന്റെ ഉദ്ദേശം? ദുരുദ്ദേശമൊന്നുമില്ല. സൗന്ദര്യം കണ്ടാൽ ഞങ്ങൾ ആസ്വദിക്കും. ഓ വഴിയെ പോണ പെമ്പിള്ളേരൊക്കെ കളിയാക്കിട്ടാണടാ സൗന്ദര്യം ആസ്വദിക്കുന്നത്. ഹലോ, അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് തോന്നും പോലെ ചെയ്യും. ഇതൊക്കെ നോക്ക നിങ്ങളാരാ? ചാരു അവനെ എന്റെ ബാത്റൂമിലൂടെ നോക്കിയത്. ആ വളം ഞാൻ കണ്ടതാ. നീ ഞങ്ങളുടെ ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കൂ. നീ കൊച്ചെ അനാവശ്യം പറയരുത് ഏട്ടാ. പറയുന്ന കേട്ടാ ഞാൻ ആ കൊച്ചിന്റെ ബാത്റൂമിൽ കയറി ഒളിഞ്ഞു നോക്കിയെന്ന്. എടാ നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കുമ്പോ എന്നെ കൂടെ വിളിക്കാത്ത എന്താ? പെമ്പിള്ളേരെ കൈ കൊച്ചിന്റെ ദേഹത്ത് കൈ വെക്കണം. നിങ്ങൾ എല്ലാരും കൂടെ എന്തോന്നാണ് കാണിക്കുന്നത്? ഞങ്ങൾ ഇവിടെ വരുന്നതിന് ഈ പ്രോപ്പർട്ടി മേടിക്കുന്നത് അല്ലെ നിങ്ങളെ ബാത്റൂമിൽ ഒളിഞ്ഞു വയ്ക്കുന്നത് ഞങ്ങൾ ആരുമല്ല. നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോവാൻ നോക്ക്. നിങ്ങൾ വസ്തു വിൽക്കുകയോ വാങ്ങിക്കുകയോ എന്താണെന്ന് ചെയ്തോ. പക്ഷെ അതിന്റെ പേരിൽ ഇനി എന്റെ പിള്ളേർക്ക് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായാ ഇപ്പൊ ഞാൻ പ്രതികരിച്ച പോലെ ആയിരിക്കില്ല ഇനി പ്രതികരിക്കുന്നത്. മനസ്സിലായടാ? ഇല്ല കേട്ടോ, ഇനി അങ്ങനെ ഒരു പ്രശ്നം യാതൊരു വിധത്തിലും ഉണ്ടാവില്ല. കാരണം ഇപ്പൊ തന്നെ ഇപ്പൊ എല്ലാവരും ഇന്ന് ആളുകൾ നോക്കാൻ തുടങ്ങി. ഇനി കുറച്ചു നേരം കൂടെ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടാം, നിങ്ങൾക്ക് നാണക്കേടാം. അതുകൊണ്ട് ചേട്ടൻ പിള്ളേരെ വിളിച്ചിട്ട് ചെല്ലാൻ നോക്കും. അതിനുള്ള ബോധമൊക്കെ നിങ്ങൾക്ക് ഉണ്ടല്ലോ. ഇനി മേളം ഞങ്ങളുടെ നേരെ വല്ലതും നോക്കിയാ ഈ ചാരു വരാൻ നിങ്ങളൊക്കെ അറിയും കേട്ടല്ലോടാ. വാ അമ്മാവാ. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇങ്ങനെ ബാത്റൂമിൽ പോയി ഒളിഞ്ഞു നോക്കുന്ന വൃത്തിയായിട്ട പരിപാടി കാണിക്കരുത്. അതിനിപ്പോ എന്താ, ഞാനാണ് അവളെ കണ്ടിട്ടൊന്നുമില്ലല്ലോ. നീ കാണിച്ച വലുതിനെ എന്നെ അവളുമാര് തെറ്റിദ്ധരിച്ചത്. ആ പെണ്ണു വന്ന് ഭീഷണിപ്പെടുത്തിയില്ലേ? അമ്മയാണ് ഞാൻ പേടിച്ചു കളിയ അവളൊന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ. അയ്യേ, നീ പേടിച്ചത് മോശമായി പോളിയാ. അളിയാ, ആ ചാരു ഒന്നിനുണ്ടല്ലേ കൊള്ളാം. അളിയ, എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. നിന്റെ കാറൊന്നും എനിക്ക് തരണം. അവളെ കൊണ്ട് മസനഗുടി ഒരു ഊട്ടി വഴി ഒന്ന് പോകാനോ. അളിയ മസനഗുടി ഒരു ഊട്ടി പോകുമ്പോ എന്നെ കൂടെ വിളിക്കണ കളിയാ. അവന്മാരിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നാ. നമ്മള് രണ്ട് വിരട്ടിയപ്പോണ്ടല്ലോ അവന്മാര് പേടിച്ച് തൂറി അല്ലേ മക്കളെ? അവന്മാരെ പേടിച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അതൊക്കെ ചുമ്മാ അവന്മാരെ അടവുകളായിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് അങ്ങനെ തന്നെ തോന്നിയത്. നൈസായിട്ട് അവന്മാര് ഊരിയതാ. പിടിക്കപ്പെടുന്നു തോന്നിയുണ്ട്. അവന്മാരുടെയൊക്കെ മോഹം കണ്ടാൽ തന്നെ അറിയാം അവന്മാരൊക്കെ പഠിച്ച കള്ളന്മാരാന്ന്. അമ്മ നമുക്കൊരു കേസ് കൊണ്ട് കൊടുത്താലോ? ആ ബെസ്റ്റ്. എന്തും പറഞ്ഞ കേസ് കൊടുക്കും. ആ വളയിട്ട് തെണ്ടി തന്നെ ഒളിഞ്ഞു നോക്കിയത് എനിക്ക് ഉറപ്പാ. അവന്റെ പേര് കേസ് കൊടുത്താൽ മതി. എടി അതിനൊക്കെ തെളിവുണ്ടോ? തെളിവുണ്ടായാലല്ലേ കേസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്നാലേ അത് കേസ് ആവത്തുള്ളൂ. അതുമല്ല, അവിടെ രണ്ട് വളയിട്ട തെണ്ടികളും ഉണ്ടായിരുന്നു. അതിൽ ഏത് തെണ്ടിയുടെ പേര് പറഞ്ഞ് കേസ് കൊടുക്കും? ഇപ്പോഴാണ് CCTV ഒരു ആവശ്യം മനസ്സിലാവുന്നത്. ഇവിടെ ഉണ്ടല്ലോ CCTV എന്ന് പറഞ്ഞാൽ വെച്ചിരിക്കുന്നല്ല, ഒരു ഉപയോഗമില്ലെന്നേ ഉള്ളൂ. ആ തള്ള ഇങ്ങോട്ട് വരട്ടെ, CCTV ശരിയാക്കി തരാൻ പറയണം. നമ്മളൊന്നുമില്ലെങ്കിലും പെമ്പിള്ളേർ മാത്രം താമസിക്കുന്നതല്ലേ. മാഡത്തിനോട് CCTV നന്നാക്കാൻ പറഞ്ഞാലേ ആ പണി കൂടെ ലുക്ക് ചെയ്യേണ്ടി വരും. CCTV ജോലിയെ. ഏത് ദുർഘട സാഹചര്യത്തിലും ഇതുപോലെ കോമഡി പറയാൻ എന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഓ, ചീഞ്ഞ കോമഡി അടിക്കാൻ ഇനി എന്താ പറ്റിയെന്ന് ആലോചിക്കോളെ. അമ്മാവാ, നമ്മുടെ തെണ്ടിത്തരം കാണിച്ച അവന്മാരെ വെറുതെ വിടാൻ പാടില്ല. കേസ് മാത്രം കൊടുത്താൽ പോരാ, നമ്മളെല്ലാരും ഇറങ്ങി അവന്മാർക്ക് 8ന്റെ പണി തന്നെ കൊടുക്കണം. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ പത്രത്തിലൊരു ന്യൂസ് കൊടുത്താലോ? ഹെഡിങ് എന്താണെന്നറിയോ? ലേഡീസ് ഹോസ്റ്റലിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം. ഇങ്ങനെ സൂപ്പർ, അടിപൊളി. അതാകുമ്പോ നീയോ അഗ്നി ഫ്രാൻസിസും മാത്രമേ കാണുള്ളൂ. പോയേടെ കിട്ടിയ ചാൻസിൽ കളിയാക്കാൻ നിൽക്കുന്നു. അതെ, കൊടുക്കുകയാണെങ്കിൽ അവന്മാര് മറക്കാത്ത രീതിയിൽ അത്ര കട്ടിക്ക് തന്നെ നല്ല പണി കൊടുക്കണം. അല്ലെങ്കിലേ ഇനി അവന്മാർ ആരോടെങ്കിലും ഇതേപോലെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. മക്കളെ, നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവന്മാരെ അമ്മ അടിച്ച് കൈയും കാലും ഓടിച്ചു കഴിക്കാം. അമ്മാനെ കുറിച്ച് അറിയാലോ നിങ്ങൾക്ക്? അമ്മാനെ കുറിച്ചൊക്കെ അറിയാം, പക്ഷെ കയ്യാങ്കളി ഒന്നും വേണ്ട അമ്മാവാ. ഇതൊക്കെ നല്ല ബുദ്ധിപൂർവ്വം നമുക്ക് വേറെ രീതിയിൽ റൂട്ട് ചെയ്തെടുക്കണം. അല്ല, അപ്പൊ എന്താ പ്ലാൻ? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ കാര്യങ്ങളൊക്കെ. ഇത് ഞാൻ പൊളിക്കും ചാരു. പൊളിക്കണം, അല്ലെങ്കിലേ നല്ല രീതിയിൽ ഇതൊക്കെ പൊളിയും. എടി, ഞാനും സ്റ്റെഫിയും പുറത്തെ പണി നോക്കാം. ബാക്കി നിങ്ങൾ ഇവിടെ അകത്ത് നോക്ക്. ഓക്കെ അല്ലേ? എനിക്ക് സന്തോഷമായി മക്കളെ. ഒരു പ്രശ്നം വന്നപ്പോഴേ നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചല്ല, ഞാൻ ഹാപ്പിയായി.
പിന്നെ വരുന്നുണ്ടോ? ഹലോ ചേട്ടാ ഒന്ന് ഇറങ്ങി വാ. വാ ചേട്ടന്മാരെ. വായോ, നിങ്ങൾ ചില്ല് ചെയ്ത് കഴിഞ്ഞില്ലായിരുന്നോ? ഞങ്ങള് ചെല്ല് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. പൂ ഇറങ്ങിയതാണോ? ഇല്ല. നിങ്ങളെ ആദ്യം കണ്ടപ്പോഴേ ഞങ്ങളുടെ ഫ്രണ്ട്സിന് ആദ്യം ഇങ്ങോട്ട് പിടിച്ചില്ല. അതാണ് അവർ ആദ്യം അങ്ങനെ പെരുമാറിയത് കേട്ടോ. നിങ്ങളൊന്നും വിചാരിക്കരുത്. അതൊന്നും പ്രശ്നമില്ലെന്നേ. സത്യം പറഞ്ഞാ നിങ്ങൾ ഇത്ര പാവപ്പെട്ട പിള്ളേരാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. അതെ, കുട്ടിക്കെങ്കിലും അത് മനസ്സിലായല്ലോ, സമാധാനമായി. പിന്നെ ചേട്ടൻ എന്തിനീ ബാത്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കിയത്? അങ്ങനെയല്ല കാണാൻ ആഗ്രഹം നിങ്ങൾ പറഞ്ഞാ പോരായിരുന്നോ? സത്യം പറയട്ടെ പെങ്ങളെ, നിങ്ങളുടെ ബാത്റൂം ഒളിഞ്ഞു നോക്കി ഞാനൊന്നുമല്ല, ഇവനാ. എടാ അത് എന്റെ സ്വന്തം റൂമല്ലേ. എടാ നിനക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറയണം. നമ്മുടെ ബാത്റൂമിൽ കയറി എളുപ്പമാടാ. ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ഓ ആ പൈപ്പിൽ വലിഞ്ഞു കയറിയവന്റെ കൈ ഉണ്ടോ? നോക്കട്ടെ, എന്റെ കൈ കഷ്ടായി പോയി. നേരെ വന്നാ പോരായിരുന്നോ? അത് എന്റെ റൂമല്ലേ. നിങ്ങൾ ഇടയ്ക്ക് അങ്ങോട്ട് ഇറങ്ങു കേട്ടാ. ആ ചാരും കൂടി എന്റെ അന്വേഷണം പറയണം കേട്ടോ. ചാരുവിന് നല്ല ബോധിച്ചെന്ന് തോന്നുന്നല്ല. സത്യം പറഞ്ഞാ ഞങ്ങള് നിങ്ങളെ വൈകുന്നേരം അങ്ങോട്ട് ക്ഷണിക്കാൻ വേണ്ടിയും കൂടെ വിളിച്ചത്. വൈകുന്നേരം അങ്ങോട്ട് വരാവോ? വൈകുന്നേരം ഇത്ര തിടുക്കം, ഇത്ര വെപ്രാളൊന്നും കാണിക്കില്ലേ. അതിനതിൻ്റെതായ സമയമുണ്ട്. ആ സമയത്തിന് വേണം വൈകുന്നേരം നീ അങ്ങോട്ട് വരാൻ. അപ്പം വൈകുന്നേരം 3 പേര് ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങ് പോട്ടെ. മറക്കരുത് കേട്ടാ, വരണം. ഞങ്ങള് കാത്തിരിക്കും. വീഴും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമുക്ക് ഫ്രഷ് ആയിട്ട് വരാം. കുളിച്ചിട്ട് വരാം. നീ പറഞ്ഞ തന്നെ ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ സെറ്റിട്ടുണ്ട്. കലക്കി. പിന്നെ നീ സംശയിച്ചില്ലേ? അവനല്ല എത്തി നോക്കിയിരിക്കുന്നത്. അവന്റെ അടുത്ത് നിന്നില്ലേ, അവനാണ് ബാത്റൂമിൽ എത്തി നോക്കിയത്. അവനത് സമ്മതിച്ചോ? അവന്മാർ സമ്മതിക്കുകയൊക്കെ ചെയ്തു. സമ്മതിച്ചെന്ന് പറയുമ്പോ എന്റെ കൈ ചൊറിഞ്ഞു വന്നേടി ഒന്ന് ഓങ്ങാൻ. പിന്നെ നമ്മുടെ പ്ലാൻ ഡ്രോപ്പ് ആവലെന്ന് ആലോചിച്ചിട്ടാ ഉണ്ടാവുന്നത്. കുഴപ്പമില്ല, വരുന്നുണ്ടല്ലോ ഇങ്ങോട്ട്. ഉറപ്പായിട്ടും വരില്ല അവന്മാര്. ഉറപ്പായിട്ടും വരും. ഇപ്പൊ തന്നെ വരാൻ റെഡിയായിരുന്നു. അത്ര മുട്ടിക്കുമായിരുന്നു. എന്തായാലും അവന്മാര് വരട്ടെ. ബാക്കി കണക്ക് പോലെ നമുക്ക് പ്ലാൻ അനുസരിച്ച് ചെയ്യാം. അമ്മക്ക് ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഒരു ഡൗട്ടും ഇല്ല. മകളെ ചാരുമോളെ, അപ്പൊ എല്ലാം പ്ലാനല്ല നീ പറഞ്ഞ പോലെ തന്നെയല്ല? ഓ ഉറപ്പായിട്ട് തന്നെ, വേറെ മാറ്റമൊന്നുമില്ലല്ലോ? ഒരു മാറ്റമില്ല. ഓക്കെ, എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം. മാഡം വരെ എന്തായാലും 2-3 ദിവസം ആവും. രുക്കു ഇവിടെ നിന്ന് ചെറിയൊരു പ്രശ്നമുണ്ട്. അവരിവിടെ വരുമ്പോൾ എന്തായാലും ഇവിടെ പ്രശ്നമാവും, അടിയാവും, ബഹളമാവും, സൗണ്ടൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അധികം സൗണ്ട് കേട്ടാലേ അടികൾ കണ്ടാലേ രുക്കുവിന് തലകറക്കം വരും. ഓ ശരിയാ, നിനക്കറിയാല്ല, ഓർമ്മയുണ്ടല്ലോ ഒരു ദിവസം തലകറങ്ങി വരുന്നത്. അവസാനം എവളെ തൂക്കിയെടുത്തോട്ട് നമ്മൾ പോകേണ്ടി വരും. അതുകൊണ്ട് നൈസായിട്ട് ഞാൻ വീട്ടിലോട്ട് പറഞ്ഞേക്കിട്ടാ. അതാ നല്ല ബെസ്റ്റ് ഐഡിയ. അതല്ലേ നല്ലത്. എന്നിട്ട് നമുക്ക് ഇവിടെ നിൽക്കാം. അപ്പോഴേ നമുക്ക് മനസ്സമാനത്തോടുകൂടി എല്ലാം ചെയ്യാൻ പറ്റും. എന്തായാലും എനിക്ക് കുറച്ച് സമാധാനം കിട്ടി. നിങ്ങൾ രണ്ടുപേരും പോയി പ്ലാൻ അതേപോലെ ചെയ്തല്ലോ. പ്ലാനൊക്കെ കിടിലനായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. വരട്ടെ പഞ്ചാര കുട്ടന്മാര്. പഞ്ചാര കുറച്ചുകൂടി കൂട്ടി കലക്കി കൊടുക്കും. അവന്മാര് കുളിച്ച് അണിഞ്ഞൊരുങ്ങാൻ വേണ്ടി പോയിരിക്കും അവന്മാര്. അയ്യോ പിന്നൊരു കാര്യം, നിന്നെ പ്രത്യേകം തെറിക്കായിരുന്നു കേട്ടോ. അപ്പൊ നീ വരുമ്പോ പ്രത്യേകം പരിഗണിക്കണം. നമ്മൾ അങ്ങനെ തന്നെ കാണുള്ളൂ. പരിഗണിക്കണം. വന്നടാ നിങ്ങള് വന്നോ? പറഞ്ഞ സമയത്തിന് മുന്നേ എത്തിയല്ലോ. അതൊക്കെ നമ്മള് അത് കറക്റ്റാണ്. ആണോ? നിങ്ങൾക്കുള്ള എല്ലാം ഞങ്ങളിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വാ കേറ്. വാ
ഇരിക്കി ഇരിക്കി ഇരിക്കി. ചേട്ടന്മാർക്ക് എന്താ കഴിക്കാൻ? ചായയാണോ കാപ്പിയാണോ? അതോ കൂൾ ഡ്രിങ്ക്സ് വേണോ? ഈ കൂൾ ഡ്രിങ്ക്സും കോഫിയും ചായ അല്ലാതെ വേറെ ഒന്നുമില്ല ഇവിടെ? എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം തന്നിട്ട് 3 പേര് ഇവിടെ വിടത്തുള്ളൂ. ആഹാ 3 പേരും ഉണ്ടല്ലോ. പിന്നെ ഞാൻ നേരത്തെ അങ്ങനെയൊക്കെ പെരുമാറിയത് ക്ഷമിച്ചേക്കണം കേട്ടാ. ഒന്നും മനഃപൂർവ്വം അല്ലേ, അറിഞ്ഞോണ്ടാണ്. അല്ല, അറിയാതെ പെരുമാറിയതാണ് എന്ന് പറഞ്ഞു. മറ്റു കുട്ടികളൊക്കെ എവിടെ? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ചേട്ടാ. എന്താണ് ചേട്ടന്മാർക്കൊക്കെ ഒരു നാണം? നാണമൊന്നും ഇല്ലെന്നേ. നാണം ഇല്ലാതിരുന്നാ കൊള്ളാം. അല്ല, നിങ്ങൾ ഇതാരെ നോക്കുന്നേ? ഷാരൂനെ അല്ലേ? പറയും പോലെ വീട്ടില് ഗസ്റ്റ് വരുമ്പോ ചാരുമോളോടെ പോയി കിടക്കുന്നത്. ചാരുമോളെ അടുക്കളയിരിക്കായിരുന്നു. ചാരുമോളെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നീ എന്തോന്ന് കാണിക്കണത്? വീട്ടിൽ ഗസ്റ്റ് വന്നിരിക്കണ കണ്ടില്ലേ? അപ്പോഴെവിടെ പോയിരിക്കണേ? നിങ്ങൾ ഇങ്ങ് എത്തിയായിരുന്നല്ലേ? ഹായ്. എന്നാ പിന്നെ നിങ്ങള് ഒന്ന് സംസാരിക്കണം. എനിക്ക് കുറച്ച് പണിയാണ്. ഓക്കെ, ശരി. അല്ല, ഇവരിങ്ങനെ വെറുതെ ഇരുത്തുവോ? നിങ്ങൾ വെള്ളമൊന്നും കൊടുത്തില്ലേ? ഞാനത് സംസാരിച്ചപ്പോ മറന്നുപോയി ചാരു. കുഴപ്പമില്ല, സോറി കേട്ടോ. ഇപ്പൊ കൊണ്ടുവരാവേ. നിങ്ങൾ സംസാരിച്ചിരിക്കും. എന്ത് ചെയ്യുന്നു? ഓ പ്രത്യേകിച്ച് ഒന്നുമില്ലടി. നിനക്ക് എന്താ പരിപാടി? ഇങ്ങനെയൊക്കെ കറങ്ങി ഇങ്ങനെയൊക്കെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലേ? ഇങ്ങനെയൊക്കെ അതേപോലെ നിങ്ങളൊക്കെ പോലെ ജ്യൂസ് കഴിക്ക് കഴിക്ക്. സോറി കേട്ടോ. ഞാൻ തുടച്ചു തരാം. സോറി. അയ്യോ, വി ആർ എക്സ്ട്രീംലി സോറി. വീട്ടിലേക്ക് വിളിച്ചു വരുത്തിട്ട് എന്തെങ്കിലും ഒന്ന് വൈപ്പ് ചെയ്യാൻ എടുക്കുന്നു. അല്ല, നമ്മൾ വാഷ് റൂമിനോട് പറയാം. നമ്മൾ വാഷ് ചെയ്തോ. ഒരു കാര്യം ചെയ്യോ, മുകളിലേക്ക് കയറിയാലേ ആ റൈറ്റ് സൈഡിൽ റൂം ഉണ്ട്. നിങ്ങൾ പോയി ഒന്ന് ക്ലീൻ ചെയ്തു. എന്റെ റൂമാ ചെല്ലേ. ശല്യ. ചേട്ടന് ആഹാ, നിങ്ങളത് ബെഡ്റൂമിലൊക്കെ ഷർട്ടിലെ കുറച്ച് ജ്യൂസ് വേണം, അത് കഴുകാനായിട്ട് വന്നേ. എവിടെ കാണാനില്ലല്ലോ. പുറകല്ലോ വിഴുന്നാ ഇവിടെ ഇച്ചിരി ഇത്രയും കുട്ടിയെ ബെങ്ങന്മാരെ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കുക. എന്നെ ഒന്ന് അഴിച്ചു വിടണം. എനിക്ക് ഭാര്യയും പിള്ളേരൊക്കെ ഉള്ളതാണ്. പോലീസ് കേസായി ആകെ നാറ്റ കേസ്. നാറട്ടെ നിനക്ക് നാറി പുഴുക്കണം. വീട്ടുകാരെ നാട്ടുകാരൊക്കെ അറിയിക്കണം. അല്ലെങ്കിൽ തന്നെ കുടുംബത്തിൽ പറഞ്ഞവന്മാരെ കാണിക്കുന്ന വേലാണോ നീ കാണിച്ചത്? നിന്റെയൊക്കെ വീട്ടിലില്ലടാ ഇതുകൊണ്ട് പെമ്പിളേര് ആരും പഞ്ച് കാണിക്കുന്നതൊക്കെ. നീയൊക്കെ നമ്മളെ പെടുത്തിയല്ലേ? ഓർത്തിറങ്ങി കാണിച്ചു തരാം. ചെറുക്കന്റെ അഹങ്കാരം തീരുണ്ടോ നോക്കി. എന്നിട്ട് മകളെ എടു. ഇവനൊക്കെ ഇവന്റെയൊക്കെ വീട്ടിലും കാണിക്കുന്നത്. നിന്റെയൊക്കെ കുടുംബമുണ്ട്. നിന്റെ അച്ഛനും അമ്മയും പെങ്ങന്മാരും കൊണ്ടല്ല അവർക്ക് കാണിച്ചു കൊടുക്കും. എടു മക്കളെ, എല്ലാം കറക്റ്റായിട്ട് എടു മക്കളെ. അതെ, എല്ലാരും തല്ലി തീർന്നെങ്കിലേ നമുക്ക് പോലീസിനെ വിളിച്ചാലാ. പോലീസിനെ ഒന്നും വിളിക്കല്ലേ പെങ്ങളെ, ഞാൻ വെറുതെ ഇമാരോടെ വന്നതാ. ഞാൻ എന്ത് ചെയ്തിട്ടാ? പെങ്ങളോ? ഒളിഞ്ഞു നോക്കുമ്പോ നിനക്ക് തോന്നിയില്ലല്ലോ ഈ പെങ്ങളെ വിളിയൊന്നും. പോലീസിനൊന്നും അറിയിക്കരുത്. ഇവന്മാരുടെ ഈ കോലത്തിലുള്ള ഫോട്ടോ ഉണ്ടല്ലോ, നാളത്തെ പത്രത്തിൽ വരണം. എന്നാലും അവന്മാർ പഠിക്കത്തുള്ളൂ. എടാ, ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കിയാലേ തെളിവില്ലാത്തേ ഉള്ളൂ.
ലേഡീസ് ഹോസ്റ്റലില് അനുവാദമില്ലാതെ വന്ന് കേറിയതിന് ഞങ്ങൾ കൊണ്ട് കേസ് കൊടുത്ത അതിന് തെളിവ് വരില്ലടാ. ഓ എനിക്ക് തല്ലിയുടെ കലി തീരണില്ലല്ലോ. എടി കൊറി ഒരെണ്ണം കൂടി. അതെ അതെ, നീ തല്ലോ കൊല്ലോ എന്താന്ന് വെച്ചാൽ ചെയ്തോ, കുറച്ച് ജീവൻ ബാക്കി വെച്ചേക്കണം. കാരണം ചേട്ടന്മാർക്ക് നാളെ ജയിലിൽ കയറി വിലസാനുള്ളതാ. എടി ചാരു, ഇവന്മാര് പോലീസ് സ്റ്റേഷനിൽ കേറിയാലും ജയിലിൽ നമ്മൾ ഇറങ്ങിയാലും ഈ തെണ്ടിത്തരം അവന്മാര് വിടൂല. നമുക്ക് ഇവന്മാർക്കൊക്കെ 8ന്റെ പണി കൊടുക്കണം എന്ന് പറഞ്ഞാ ഈ നമ്മൾ 22 ഫീമെയിൽ കോട്ടയ സിനിമയില്ലേ അതിൽ കാണിക്കുന്ന പോലെ ഇവന്മാരെ കട്ട് ചെയ്ത് അങ്ങ് വിട്ടുകൊടുക്കണം. ചേട്ടാ പെങ്ങന്മാരെ അവത്തെ പറ്റി പോയി ക്ഷമിക്കണം. ഒരിക്കൽ കൂടെ ക്ഷമിച്ചൂടെ? പെങ്ങന്മാരോ? യോ സൽസ്വഭാവം നോക്ക്. എന്തൊരു അച്ചടക്ക 3 പേർക്ക്. എന്റെ പൊന്നിയേട്ടാ, ഞങ്ങൾ എത്ര വേണേലും തല്ലിക്കോ, പക്ഷെ പോലീസിൽ മാത്രമേ ഏൽപ്പിക്കലും. അറിയാതെ പറ്റിപ്പോയതാ മദ്യത്തിന്റെ പുറത്ത്. ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. ഒന്ന് ക്ഷമിച്ചു പറയും. സോറി ഏട്ടാ. അമ്മാവോയ്, എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ, ഇത്തവണത്തേക്ക് അങ്ങ് ക്ഷമിച്ചു വിട്ടാലോ? അമ്മാവൻ എന്താ പറയണ്? അല്ലേ നിങ്ങളൊക്കെ ഇഷ്ടം പോലെ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളെ രക്ഷപ്പെട്ടെന്നങ്ങ് വിചാരിക്കണ്ട മക്കളെ. നിങ്ങളുടെ ഈ കോലത്തിലുള്ള ഫോട്ടോസും വീഡിയോസും നല്ല ഭംഗിയിൽ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. കൂടുതലും വിളച്ചിലെടുത്ത ഉള്ള സോഷ്യൽ മീഡിയയും നിന്റെ വീട്ടിലും നാട്ടിലും നിന്റെ കൂട്ടുകാരുടെ ഇടയിലും എല്ലായിടത്തും എത്തും. തല പൊക്കി നടക്കാൻ പറ്റില്ല, കേട്ടല്ലേ? അങ്ങനെ നന്നായി മക്കളെ. ഇനി പരിസരത്ത് പോലും വരുന്നു. വരരുത്. ഏയ് നീ അല്ലടാ കുളിമുറിയിൽ എത്തി വാങ്ങിയത്. മാപ്പറടാ അവളുടെ നേരെ മാപ്പറടാ. സോറി. ഇനി ആവർത്തിക്കില്ല. ദിവ്യ, നീ ഓക്കെ അല്ലേ? ഓക്കെ 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 ആണല്ലോ. എണീക്കടാ, 3 എണീക്കടാ. ചേട്ടാ ഞങ്ങളുടെ ഡ്രസ്സ് ഡ്രസ്സും ഫോണും ഒക്കെ വെളിയിൽ വെച്ചിട്ടുണ്ട്. എവിടെ അവന്മാരെ കെട്ടഴിച്ചോടും. പുറത്ത് കഴിച്ചു കൊടുക്കാം കേട്ടോ. ആ അതല്ല ഗുണഗുണാമരോടിയ ഓട്ടം കണ്ട പുലി പോലെ വന്നമാരെ എന്തായാലും ഇനി അമ്മമാര് പോയെടുത്ത് പുല്ല് മുളയ്ക്കാൻ ചാൻസില്ല. എന്തായാലും ചാരുന്റെ പ്ലാന് പൊളിച്ചളിയോ. തകർത്തു. നിനക്ക് സന്തോഷായില്ലേ? പിന്നെ ഡബിൾ സന്തോഷം. കേട്ടോ.